നല്ല മനുഷ്യന്മാരോട് കൂടെ ഇരിക്കുന്നതും നല്ലവർ പങ്കെടുക്കുന്നിടത്ത് പങ്കെടുക്കുന്നതും നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നതും നല്ല സ്വഭാവമാണ്, വിജയത്തിന്റെ അടയാളമാണ്. പലപ്പോഴും മൂപ്പരുണ്ടാകാറുള്ളത് സ്വാലിഹീങ്ങളെ കൂടെയല്ലേ? സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയില്, അവരുടെ ദിക്റിന്റെ മജ്‌ലിസില്, അവരുടെ വഅദിന്റെ മജ്‌ലിസില്, അവരുടെ ജമാഅത്തിന്റെ മജ്‌ലിസില്, അവരുടെ സംഗമങ്ങളിൽ സ്വാലിഹീങ്ങളോടൊപ്പമുള്ള സഹവാസം വിജയത്തിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ മോശപ്പെട്ട ആളുകൾ സ്വാലിഹീങ്ങളോടൊപ്പം കൂടിയിട്ട് അവരോടൊപ്പം കൂടിയിട്ട് നന്നായി പോയി, നല്ല ആളുകളായി മാറിപ്പോയി. എത്ര കള്ളന്മാര്, എത്ര കൊള്ളക്കാര്, എത്ര മദ്യപാനികൾ സ്വാലിഹീങ്ങളോടൊപ്പം വന്ന് താമസിച്ചു, അവരുടെ കൂടെ നടന്നു, അവരുടെ ഉപദേശങ്ങൾ കേട്ടു, ജീവിതം രാവും പകലും മുഴുവനും മാറിപ്പോയി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ ഇന്നകാൻ തൻഖുലൽ അഹ്ജാറ മഅൽ അബ്റാരി, മഹത്തുക്കളോടൊപ്പം നീ കല്ല് ചുമക്കുന്നത് നിന്റെ പണി എന്താണ്? കല്ല് ചുമക്കുന്ന പണിയാണ്. പക്ഷേ നിന്റെ കൂടെയുള്ളവരാരാണ്? നിസ്കാരവും നോമ്പും മറ്റു കർമ്മങ്ങളൊക്കെ ശീലിക്കുന്ന നല്ല ആളുകളാണ്. നല്ലവരോടൊപ്പം നീ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് ഖൈറും മിൻ അൻ തഅകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. വൃത്തികെട്ട ആളുകളോടൊപ്പം പോയിട്ട് നല്ല മധുരപലഹാരം കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വാലിഹീങ്ങളോടൊപ്പം കല്ല് ഏറ്റിക്കൊണ്ട് നടക്കലാണ്. കാരണം സ്വാലിഹീങ്ങളോടൊപ്പം നീ കല്ല് ചുമക്കുമ്പോ ഒപ്പം നീ സ്വാലിഹീങ്ങളോട് കൂടെയല്ലേ? ആ നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു പരിഗണന നിനക്കുണ്ട്. അവരുടെ ചോദ്യത്തിൽ നീയുണ്ട്, അവരുടെ കിട്ടുന്ന ഉത്തരത്തിലും നിന്നെ അള്ളാഹു പരിഗണിക്കും. നല്ലവരോടൊപ്പം നീ കൂടുമ്പോ നിന്നെയും നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു പരിഗണിച്ചു പോയി. അതേ സമയത്ത് നീ മുന്തിയ ലെവലിലാണ് നിന്റെ ജീവിതം, ഹൈ ലെവൽ ഭക്ഷണമാണ്. പക്ഷേ നിന്റെ സഹവാസികളോ അവര് വൃത്തികെട്ടവരാണ്, മോശപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് വരാനും ശിക്ഷ വരാനും ഏറെ കാരണമാണ്.